12ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനത്തിന്റെ അവസാന ദിനം ശാന്തമായാണ് ആരംഭിച്ചതെങ്കിലും ഉച്ചയോടെ സഭ പൊടുന്നനെ പ്രക്ഷുബ്ധമായി. 2014 ധനവിനിയോഗ ബിൽ അവതരിപ്പിക്കാൻ മന്ത്രി കെ.എം. മാണി എണീറ്റതോടെ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു. പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തിക്കാട്ടിയതോടെ കരുതിക്കൂട്ടി തന്നെയാണ് പ്രതിപക്ഷം എത്തിയതെന്ന് വ്യക്തമായി. തുടർന്ന് സ്പീക്കറുടെ അഭ്യർത്ഥന മാനിച്ച് പ്രതിപക്ഷം ചർച്ചയുമായി സഹകരിച്ചു. 1 മണിക്കൂറിന് ശേഷം മന്ത്രി മാണി മറുപടി പറയാൻ എണീറ്റതോടെ പ്രതിപക്ഷം ഇളകി പറഞ്ഞു. മറുപടി എന്താ നിങ്ങൾ ഭയപ്പെടുന്നത്? മറുപടി പറയും എന്ത്? നിങ്ങൾക്ക് മറുപടി കേൾക്കാൻ ഭയമാണ്. പ്രതിപക്ഷ ബഹളത്തിനിടെ സഭാ നടപടികൾ പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നതായി ഡെപ്യൂട്ടി സ്പീക്കർ എൻ ശക്തൻ പ്രഖ്യാപിച്ചു. സഭാ നടപടികൾ അവസാനിച്ച സാഹചര്യത്തിൽ തുടർ പ്രക്ഷോഭത്തെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ നിയമസഭാ സമ്മേളനം ഇന്ന് അവസാനിക്കുന്നതോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിച്ചുകൊണ്ട് മറ്റ് പ്രക്ഷോഭ സമരമാർഗങ്ങളെ സംബന്ധിച്ച് ആലോചിക്കും. 14 ദിവസം നീണ്ടുനിന്ന ഈ സമ്മേളന കാലയളവിൽ 16 ബില്ലുകളാണ് നിയമസഭ പാസാക്കിയത്. 16 ഓർഡിനൻസുകൾക്ക് പകരമുള്ള 10 ബില്ലുകളും ഓർഡിനൻസ് അല്ലാത്ത 1 ബില്ലും 5 ധനവിനിയോഗ ബില്ലുകളും ഇതിൽ ഉൾപ്പെടുന്നു. ബാർകോഡ് ആരോപണ ബഹളത്തിനിടെ സ്പീക്കറുടെ ഡയസിൽ കയറിയ വി ശിവൻകുട്ടിയെ സസ്പെൻഡ് ചെയ്യുകയും 3 അംഗങ്ങളെ താക്കീത് ചെയ്യുകയും ചെയ്തതും ഈ സമ്മേളന കാലയളവിലാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.